സോ ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോസ് ഓഫ് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനോമിനോസാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ മറ്റുള്ള ഡെറിവേഷൻസ്, അതായത് മറ്റുള്ള വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വീഡിയോ. നമ്മൾ 2 വീഡിയോസ് എക്സ്ട്രാ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഡെറിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ആയിരുന്നു. ഒന്ന് മിറർ ഫോമുലയുടെയും പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം എന്താ പറയുക റിലേഷൻ ബിറ്റ്വീൻ നമ്മുടെ റേഡിയസും ഫോക്കൽ ലെങ്ത്തിൻ്റെയും റിലേഷൻ സംബന്ധിച്ചിട്ടുള്ളൊരു ഡെറിവേഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോസ് ഓഫ് റിഫ്രാക്ഷനാണ്. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇന്ന് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? യെസ്, നമ്മൾ കുറേ കാര്യങ്ങൾ വളരെ മനോഹരമായി തന്നെ പഠിക്കുന്നുണ്ട്. ഇന്ന് ജസ്റ്റ് ഒരു തിയറി ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് റേ ഒപ്റ്റിക്സിൻ്റെ വലിയൊരു നല്ല അത്യാവശ്യം ചോദിച്ചിട്ടില്ല എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് ഇത്. ഓക്കെ, ചോദിക്കും, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അത് വേഗം നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ പുതിയൊരു പ്ലേലിസ്റ്റ് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടല്ല, പക്ഷേ അതിനുപരി നമ്മൾക്ക് കുറച്ച് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടിയുള്ള ചിലപ്പോൾ ലൈവ് സെഷൻസും അതേപോലെ തന്നെ പുതിയ പുതിയ പ്ലേലിസ്റ്റും നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഒരു പ്രോബ്ലമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലോസ് ആണല്ലോ. നമുക്ക് നോക്കാം ഏതാണത്. ദ ഇൻസിഡൻറ്റ് റേ, the refracted ray and the normal to the interference at the point of the incidence all lie at the same plane. ഒന്നുമില്ല, നമ്മൾ ഒരു മീഡിയം എടുത്തു. ഇതൊരു മീഡിയമാണ് വിചാരിച്ചു. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതൊരു മീഡിയം. ഓക്കെ, ഇതിനെ ഞാൻ N1 എന്ന് കൊടുത്തു. ഇത് വാട്ടറാണ് വിചാരിക്കുക. വാട്ടറിനെ ഞാൻ N2 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് വാട്ടറാണ്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, ദിസ് ഈസ് വാട്ടർ. ഓക്കെ, അത് N2. ഇനി എന്താ കൊടുക്കുക നമുക്ക്? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ലൈറ്റ് റേ മെല്ലെ കിടന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് റേ. ഓക്കെ, ഒരു ലൈറ്റ് റേ അവിടെ. ഒരു ലൈറ്റ് റേ. യെസ്, ഒരു ലൈറ്റ് റേ. യെസ്, ഇനി ഈ ലൈറ്റ് റേ ഒന്നെങ്കിൽ കൂടുതൽ ബെൻഡി അല്ലെങ്കിൽ കുറവ് ബെൻഡി, നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കും. ലൈറ്റ് റേ ഇതാണ്. വരുന്നില്ലല്ലോ. യെസ്, റൈറ്റ്, ലൈറ്റ് റേ കമോൺ. യെസ്, ലൈറ്റ് റേ വന്നു. ഇനി ഇത് മെല്ലെ ബെൻഡ് ചെയ്യുന്നു. എവിടേക്കെങ്കിലൊക്കെ ബെൻഡ് ചെയ്യട്ടെ, നമുക്കത് അല്ലെങ്കിൽ വേണ്ട, ഇവിടേക്കൊക്കെ ബെൻഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു, അങ്ങോട്ട് ബെൻഡ് ചെയ്യിപ്പിക്കാം. യെസ്, അങ്ങോട്ട് ബെൻഡ് ചെയ്യിപ്പിക്കാം. റെഡി. ഇനി ഇതിൻ്റെ ഇടയിലുള്ള നമ്മുടെ സ്വന്തം നോർമലാണ്. നോർമൽ. ഓക്കെ, ഇനി നോക്കുക. ഇത് ആദ്യത്തെ ലോ എന്താ പറയണം? ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ ഇന്റർഫിയറൻസ് അറ്റ് ദ പോയിന്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് ആൾ ലൈ അറ്റ് ദ സെയിം പ്ലെയിൻ. നമ്മുടെ ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഇതും ഈ 2 റേസും ഇനി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന നോർമലും. എങ്ങനെ? ഈ 2 റേസും ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന നോർമലും ഒരേ പ്ലെയിനിലാണെന്നാണ് പറയും. അതായത് നമുക്ക് ഈ സ്ക്രീൻ കാണാൻ സാധിക്കും. ഞാൻ ഈ സ്ക്രീനിൽ 3 ആൾക്കാരെ കൊണ്ട് വെച്ചു. ആരാണ്? ഒന്ന് ഇൻസിഡൻറ്റ് റേ, ഒന്ന് റിഫ്രാക്റ്റഡ് റേ, പിന്നെ ഒന്ന് നോർമൽ. അത് 3 പേര് ആ സ്ക്രീനിൽ തന്നെ കിടക്കും. ഒരാൾ ഇങ്ങനെ പോവില്ല, ഒരാൾ ഇങ്ങനെയും പോവില്ല, താഴേക്കും പോവില്ല, മുകളിലേക്കും പോവില്ല. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഓക്കെ, ഇതൊരു സർഫസാണ്, ഇതൊരു പ്ലെയിനാണ്. ദിസ് ഈസ് എ പ്ലെയിൻ. ആ പ്ലെയിനിൽ തന്നെ നമ്മൾ ചിത്രം വരയ്ക്കുമല്ലോ. ആ വരച്ച സംഭവം ആ പ്ലെയിനിലല്ലേ കിടക്കണം. അതേപോലെ തന്നെ ഒരേ പ്ലെയിനിലായിരിക്കും എന്ത് കിടക്കുക. അതായത് ഒരേ പ്ലെയിൻ. അവിടെ താഴ്ച ഡെപ്തിൽ ഒരു വ്യത്യാസവും വരില്ല. ഒരേ പ്ലെയിനിലായിരിക്കും എന്ത് കിടക്കുക? നമ്മുടെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നോർമൽ. റെഡി. ഇനി അടുത്ത് ദ റേഷ്യോ ഓഫ് സൈൻ, രണ്ടാമത്തെ ലോ കേട്ടോ. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്.
അതായത് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, അതായത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ n2/n1 എന്ന് വിളിക്കുക. സോറി, ഇത് കാണില്ലായിരിക്കും, എക്സ്ട്രീംലി സോറി. എന്ത് ചെയ്യുക, ഇവിടെ വരയ്ക്കാം. സൈൻ ഐ നന്നായി വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം. നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് n2/n1. ഇതാണ് രണ്ടാമത്തിലോ. അപ്പോൾ ആദ്യത്തിലോ ഏതായിരുന്നു? ആദ്യത്തിലോ നമ്മുടെ ഇവനായിരുന്നു, ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. രണ്ടാമത്തിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2/n1 കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ പെട്ടിയിലിട്ടു. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ മെല്ലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലേക്ക് കിടക്കുകയാണ്. TIR, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണ്. പക്ഷേ നമ്മൾ 10ൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെയൊക്കെ ബാച്ചാണ്, ഞാൻ 2023 ബാച്ചാണ്. ഞാൻ പഠിച്ചത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിലെ എന്തായിരുന്നു ടോട്ടൽ റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് 9ാം ക്ലാസ്സിലേക്ക് ആയി തോന്നുന്നുണ്ട് അല്ലേ, ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലിൽ ഇനി 10ാം ക്ലാസ്സിലെ 10th വീഡിയോസും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പിന്നെ അതിന് മുമ്പ് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എല്ലാവർക്കും എന്താണെന്ന് അറിയാം. ഓക്കെ, ഇതൊരു സംഭവം ഇങ്ങനെ ആയിരിക്കും, ഇതൊരു മീഡിയം n2, ഇത് n1. n2 പറഞ്ഞാൽ ഡെൻസർ മീഡിയമാണ്, n1 എന്ന് പറഞ്ഞാൽ ലൈറ്റർ മീഡിയമാണ്. അപ്പോൾ ഡെൻസറിന്ന് ലൈറ്റർ മീഡിയത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാം. അതായത് ഡെൻസർ ടു ലൈറ്റർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യും അല്ലേ? റിഫ്രാക്റ്റ് സ്വാഭാവികമാണ്, നമ്മുടെ ഇത് നോർമലാണ്, റിഫ്രാക്റ്റ്. ഇനി ഈ ലൈറ്റ്, ഈ ഒരു റേ ഇങ്ങനെ പോയി കുറച്ചും കൂടി മുകളിൽ കൂടെ പോയി, അപ്പോൾ കുറച്ചും കൂടി താഴേക്ക് റിഫ്രാക്റ്റ് ചെയ്യും. ഇത് ഇത്രയും കൂടി മുകളിൽ കൂടെ പോയി, അപ്പോൾ ഇത് പിന്നെയും താഴെ കൂടെ റിഫ്രാക്റ്റ് ചെയ്യും. ഇത് കുറച്ചും കൂടെ മുകളിൽ കൂടെ പോയി, അപ്പോൾ ഈ ഒരു മീഡിയത്തിൻ്റെ പാരലായിട്ട് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ മാറുന്നു. അതായത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ നോർമലിൻ്റെയും മീഡിയത്തിൻ്റെയും 90 ഡിഗ്രിയിൽ പോകുന്നുണ്ട്. ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ ഇൻസിഡൻറ്റ് റേ കടത്തിവിടുന്ന സമയത്ത് നമ്മുടെ നോർമലിൻ്റെയും നമ്മുടെ മീഡിയത്തിൻ്റെയും 90 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു റിഫ്രാക്റ്റഡ് റേ കടത്തിവിടണോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ഏതാംഗിൾ? ഇൻസിഡൻറ്റാണ്. അതായത് നമ്മൾക്ക് ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് റേ എടുത്തു, ഇതാണ് ഒരു റേ. ആ ഒരു പ്രത്യേക റേ കടത്തി വിട്ടപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ മീഡിയത്തിന് 90 ഡിഗ്രി പാരലായിട്ട് തന്നെ പോയി. അപ്പോൾ പാരലായിട്ടല്ലേ നിൽക്കണം അല്ലേ? 90 ഡിഗ്രി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ സംഭവം, അതായത് ഈ ഒരു പ്രത്യേക ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. അതായത് ഇൻസിഡൻറ്റ് റേ ഒരു പ്രത്യേക ആംഗിളിൽ പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആകുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മളിതിനെ IC എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും. റൈറ്റ്? വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? It is the incident angle at which the refracted ray goes through the medium. Refracted ray become 90 degree to the normal. എങ്ങനെയായാലും എഴുതാം. റെഡി? refracted
ആംഗിൾ 90 ഡിഗ്രി ആകുന്ന ഇൻസിഡൻ്റ് ആംഗിളാണ് ആര്? ക്രിട്ടിക്കൽ ആംഗിൾ. റെഡി? ഇനി അടുത്ത ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ. നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ, ക്രിട്ടിക്കൽ ആംഗിൾ കിടത്തി വിടുമ്പോൾ ഇത് റിഫ്രാക്ടറുടെ 90 ഡിഗ്രി മീഡിയത്തിൽ കൂടെ തന്നെ പോകും. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും വലിയൊരു ഇൻസിഡൻ്റ് ആംഗിൾ ഈ ഒരു ഭാഗത്ത് വന്നു വിചാരിക്കും. അപ്പം എന്താ സംഭവിക്കുക? യെസ്, ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും മുകളിലുള്ള ഒരാൾ വന്നു. അപ്പോൾ ആ സമയത്ത് ഇതാ കണ്ട, ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും വലിയൊരു ഇൻസിഡൻ്റ് ആംഗിൾ അവിടെ ഉണ്ട്. ആ ഒരു ഇൻസിഡൻ്റ് ആംഗിൾ വരുന്ന സമയത്ത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ക്രിട്ടിക്കൽ ആംഗിളിനെ കഴിഞ്ഞും വലിയൊരാളെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അത് നേരെ തട്ടിത്തെറിച്ച് മീഡിയത്തേക്ക് പുറത്തു പോവാതെ, ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ അത് പോവാതെ റിഫ്രാക്ഷൻ വരെ അവിടെ എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ വരെ എന്ത് സംഭവിച്ചു? റിഫ്ലക്ഷൻ നടന്നു. റിഫ്രാക്ഷന് പകരം അവിടെ എന്ത് നടന്നു? ശരിക്കും റിഫ്ലക്ഷൻ നടന്നു. ഇത് റിഫ്ലക്ഷനായി മാറി. when the incident angle is greater than critical angle, the light ray instead of refracting to the different medium, it travels back to the same medium reflecting. Ready? ഇനി ചെറിയൊരു ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ IC ആണെന്ന് പഠിച്ചു അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇത് രണ്ടും വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്. നമ്മൾ NCERT ക്വസ്റ്റ്യൻസിൽ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് അല്ലേ? റേ ഒപ്റ്റിക്സിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ബ്ലൂ കളർ മതി, സൈൻ റെഡും മതി, വേണ്ട ബ്ലൂ മതി. ഓക്കെ, സൈൻ IC is equal to 1 by n. Sin IC is equal to 1 by n. Okay. Sin IC is equal to 1 by n. Ready? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. Sine of the critical angle is equal to the reciprocal of the refractive index of the respective medium. Ready? ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോവാം. യെസ്, ഇനി അടുത്ത അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? മിറാജ്, ഡയമണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താ ശരിക്കും സംഭവിക്കുക പറഞ്ഞാൽ, മിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ റോഡ് വിചാരിച്ചു. റോഡിൽ എന്തുണ്ട്? നമ്മുടെ റോഡിൽ ഇങ്ങനെയുണ്ട്, ഇത് നമ്മുടെ റോഡിൽ ഇങ്ങനെയൊക്കെ വെള്ളം പോലെ കിടക്കുന്ന കണ്ടിട്ടില്ലേ നമ്മൾ? ഇങ്ങനെ വെള്ളം പോലെ. ശരിക്കും അത് വെള്ളമാണോ? അല്ലല്ലോ, വെള്ളമല്ല. പിന്നെന്താ അത്? അതാണ് റിഫ്ലക്ഷൻ സംഭവിച്ചു കിടക്കുക. ഓക്കെ, വെള്ളം പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് വാട്ടർ. പിന്നെന്താണ്? ലൈറ്റ് റേസ് ആണ്. ലൈറ്റ് റേസ് റിഫ്ലക്ഷൻ ചെയ്തിട്ട് കാണുകയാണ്, ഒരു ഇല്യൂഷനാണ്. ഓക്കെ, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഡയമണ്ട്, ഏകദേശം ഡയമണ്ട്. ഇത് സ്പാർക്കിളി ഉണ്ട്, വളരെ മനോഹരമായി തന്നെ സ്പാർക്കിളി ഉണ്ട്. സ്പാർക്കിൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. വെറുതെ സ്പാർക്കിളി ഇല്ല. നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ ഡയമണ്ടിൻ്റെ വളരെ ചെറുതായ കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വേം ക്രിട്ടിക്കൽ ആംഗിൾ അത്യാവശ്യം വലുതാകുമ്പോഴാണ് നീ മെല്ലെ റിഫ്ലക്ഷൻ ചെയ്താൽ മതി പറയും. ക്രിട്ടിക്കൽ ആംഗിൾ ചെറുതാണെങ്കിൽ പൊട്ടേ വേം എന്ത് നടക്കും? അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അതുകൊണ്ടാണ് ഡയമണ്ടിൽ ഇത്തിരി എന്തെങ്കിലും ലൈറ്റ് പോകുമ്പോൾ തന്നെ അവിടെ പൊട്ടി തട്ടി എന്താവണം? അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി അടുത്ത ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഇതുണ്ടാവും കേട്ടോ, അതിൻ്റെ പിക്ചർ ഉണ്ടാവും. അതിന് ജസ്റ്റ് ഒരു പിക്ചർ വരച്ചു തരാം, നോക്കുക.
ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കും ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിലൂടെ നമ്മുടെ എന്ത് കടന്നു പോകുന്നുണ്ട്, നമ്മുടെ സിഗ്നൽസ് ഇങ്ങനെ റിഫ്ലക്ഷൻ ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന്. അപ്പം മിറാജ് പഠിച്ചു, ഡയമണ്ട് പഠിച്ചു, ഒപ്റ്റിക്കൽ ഫൈബറും പഠിച്ചു. അടുത്ത് പ്രിസം അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതുവരേക്കും ടാറ്റ.